അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഫാമിലി വ്ളോഗായിട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഒന്നല്ലാട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഞാൻ തലയിൽ ചെയ്യുന്ന ഒരു സിമ്പിൾ ഹെയർ പാക്ക് നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ഹെയർ പാക്ക്. അന്ന് അത് അത്ര വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെ എന്താ പറയണതെന്നൊന്നും വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സിമ്പിൾ ഹെയർ കെയർ റുട്ടീൻ. എനിക്ക് പത്രധികം മുടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തന്നെ ഒക്കെ വെട്ടി കളഞ്ഞ് ഒരു വിധാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരാഗ്രഹം അത്യാവശ്യം ഒന്ന് മുടി വലിയതാക്കിയാലോ എന്ന്. അപ്പോൾ വെട്ടിയത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നമുക്ക് ഇറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുടിക്ക്. അപ്പോൾ ഇനി കുറച്ച് മുടി സംരക്ഷണമാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ ഞാൻ തലേ ദിവസം ഉലുവ, നമ്മുടെ മെയിൻ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവേനെ കഞ്ഞിവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനൊന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുമാത്രമല്ല ഇതൊരു നാച്ചുറൽ ഷാമ്പു കൂടിയിട്ടാണ്. നമ്മൾ അധികം കെമിക്കൽ ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുന്നതിനും പകരം നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം 2 വട്ടമൊക്കെ നമുക്ക് നമ്മുടെ തലയിൽ ഇത് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഹെയർ കെയർ റുട്ടീനിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഉലുവ തേക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ നമ്മൾ തലയിൽ തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യക്ക് ഇതൊക്കെ മാമാർത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഞാൻ റോസ്മേരി മേടിച്ചിട്ട് നോക്കിയേ, ജസ്റ്റ് കാച്ചിയ വെളിച്ചെണ്ണയിൽ ഈ റോസ്മേരി ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാട്ടോ എൻ്റെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ എന്തോ ഇങ്ങനെ പുഴു പിടിച്ച പോലെ കാണുന്നത്. അതല്ല കേട്ടോ, സംഭവം നല്ല സക്സസ് എന്താ പറയുക, യൂസ്ഫുള്ളാണ്. പിന്നെ ഈ മാമാരത്തിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. നമുക്ക് റോസ്മേരി മേടിച്ചിട്ട് നമുക്ക് തന്നെ ഇതാക്കാം. പക്ഷെ അതിൻ്റെ അത്ര വന്നില്ലെങ്കിലും നമുക്കിത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അധികം എണ്ണ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് നമ്മുടെ ഉലുവേനൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. അത്യാവശ്യം നന്നായി പേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ വല്ല പൊടികളും കാര്യങ്ങളൊക്കെ പിന്നെ ഇരിക്കും, തലയിലിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഡ്രസ്സ് ഒന്നും ഇട്ട് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ പിന്നെ ഞാൻ ഇത് അരച്ചിട്ട് വരാം. ഓക്കെ, നോക്കിയേ, ഞാനിവിടെ നോക്കിയാൽ അതിനെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അരച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് ചെയ്താൽ പോരാ. ഇവിടെ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഞാനപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഹെയർ നന്നായി വാഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഉണക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ എനിക്ക് ഇത്രയും കൂടി വോളിയം കൂടിയ പോലെയുണ്ട് ഹെയറിന്. ഷാമ്പൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളതല്ലേ. പക്ഷെ അതൊന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വോളിയം കൂടിയിട്ടുള്ളൊരു ഹെയർ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയായിരുന്നു ഇത് ഞാൻ ഉപയോഗിച്ചാൽ. പിന്നെ ഉള്ള മുടി കൊഴിയാണ്ട് ഞാനിപ്പോൾ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ലെങ്ത്ത് വേണമെന്ന് അത്ര ഇതില്ല. ലെങ്ത്ത് ഉണ്ടായിരുന്ന ലെങ്ത്ത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വെട്ടിക്കളഞ്ഞതാണ്. പക്ഷേ മുടി കൊഴിച്ചിൽ വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലുവ പാക്ക് ഞാൻ ട്രൈ ചെയ്തതോടുകൂടി
ഉള്ള മുടി ഞാനിപ്പോൾ കൊഴിയാണ്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് എഫക്റ്റീവ് ആണ്, നിങ്ങൾക്കത് എഫക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.